ഇന്നത്തെ യാത്ര നമ്മൾ 66 ആരംഭിച്ചിട്ടുണ്ട്. നമ്മളൊരു കിടന്നിരുന്നിടത്തു നിന്ന് ഒരു 5 കിലോമീറ്റർ ഇങ്ങ് പോന്നു. നമ്മൾ ഘാട്ടിൻ്റെ താഴെയാണ് കിടന്നിരുന്നത്. അപ്പോൾ ഈ വഴിയിലൂടെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 66 ഈ കാണുന്നത്. അപ്പോൾ വലതുവശത്ത് മുഴുവൻ കാട് കൂടിയ സ്ഥലങ്ങളാണ്, ഘാട്ട് സൈഡാണ്. അപ്പോൾ ഇത് മുഴുവൻ മലയാളീസിൻ്റെ കടകളാണ് കേട്ടോ. ഇതുവഴി കൊങ്കൺ കാജു ഷോപ്പ് വരുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ കാണുവാണേൽ കയറി ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഫുഡൊക്കെ അടിപൊളി ഫുഡാണ് കേട്ടോ. ഞാൻ രാവിലെ ഇവിടുന്നാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഇത് കാജു ഫാക്ടറി, അതായത് കശുവണ്ടി ഫാക്ടറിയാണ്. അപ്പോൾ ഈ വഴിയിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ന്യൂസ് കേട്ടത്, ഇവിടെ ഒരു ഒറ്റയാൻ ഇറങ്ങിയിട്ടുണ്ട്. വഴിയിലോട്ടല്ല, ഇതിൻ്റെ അടുത്തുള്ള പമ്പിൻ്റെ അവിടെയാണ്. ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. ഇതുവരെ വഴിയിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. രാത്രിയാണ് ശല്യം. അതിനു മുമ്പായിട്ട് എനിക്ക് ഇവിടെ ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ ഇനി അങ്ങോട്ട് ഇച്ചിരി ഡേഞ്ചർ ഏരിയ ആണ്. അതുകൊണ്ട് നമ്മൾ പതിയെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു നദിയൊക്കെയാണ് കേട്ടോ. ഇതിലൊരു നദി ഒഴുകുന്നുണ്ട്. പെരിയാറ് കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലത്തെ ഒരു സാഹചര്യം. ഇത് മുഴുവൻ കപ്പലുമാവാണ് കേട്ടോ. കപ്പലുമാവുണ്ട്. ഇവിടെ കൃഷിയൊക്കെയാണ്. താഴെ താറാവിനെയൊക്കെ വളർത്തുന്നുണ്ട്. കണ്ടോ താറാവ്, കണ്ടോ. മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ അതെ, അടിപൊളി നല്ലൊരു നദിയുടെ സൈഡിൽ ഇതിൻ്റെ ഒരു കുഞ്ഞിപ്പൂച്ച വന്നിട്ടുണ്ട്. എടി കുഞ്ഞിപ്പൂച്ച, കുഞ്ഞിപ്പൂച്ച, ഒരു ചുന്തരിപ്പൂച്ചയാണോ? നീ ചുന്തരിപ്പൂച്ചയാണോ? ഒരു ചുന്തരിപ്പൂച്ചനെ കണ്ടോ? ഞാനൊന്നും ചെയ്തില്ല, ചുമ്മാ കിടന്ന് മോങ്ങല്ലേ. ആയിക്കോട്ടെ. സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. പോകാൻ റെഡിയായിട്ട് സൈക്കിൾ ഇരിപ്പുണ്ട്. അപ്പോൾ ശരി, കുഞ്ഞിപ്പെണ്ണ് പതിയെ ഉറക്കത്തിലായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൾ കിടന്നുറങ്ങി. അപ്പോൾ ശരി, ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഒറ്റയാൻ്റെ വിഹാരകേന്ദ്രം ഇതിൻ്റെ പുറകിലാണ് കേട്ടോ. ഈ ഭാഗത്ത് എവിടെയോ ആണ് ആശാൻ ഉള്ളത്, ഈ കാടിനുള്ളിൽ. ഇടയ്ക്ക് ഈ പെട്രോൾ പമ്പിൻ്റെ പുറകു വരെ വന്നിരുന്നു, ഈ 2 പെട്രോൾ പമ്പിൻ്റെ പുറകു വരെ. ഇനി അങ്ങോട്ട് താഴോട്ടുള്ള ഭാഗത്തും അവൻ്റെ വിഹാരകേന്ദ്രമാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഇച്ചിരി സൂക്ഷിച്ച് വേണം. എങ്ങാനും അവൻ വെളിയിലോട്ട് ഇറങ്ങിയാൽ നമുക്കിട്ട് പണി കിട്ടും. ഒരുപാട് പേര് നമ്മളെ കൈവൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആരാന്നറിയില്ല. നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി ഈ ഘാട്ടിറങ്ങി വേണം പോകാൻ. അപ്പോൾ ഘാട്ടിലാണ് നമ്മളെ ഒറ്റയാൻ കാണുന്നെങ്കിൽ നമുക്ക് ഇറക്കം വിട്ട് പോവാം. അപ്പോഴത്തെ ഈ കാടിൻ്റെ സമീപം തന്നെ അവനുണ്ട്. നേരത്തെ പുൽമേട്ടിലൊന്നും കണ്ടില്ല. അപ്പോൾ കാണാൻ പറ്റിയ ഭാഗ്യം. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. हाय। ओह सर, कहाँ से आप? मैं केरला से हूँ। केरला से हैं? हाँ जी। ये आप साइकिल पे जा रहे हो? हाँ जी। मैं अपनी प्रोफाइल पे डालूंगी। हाँ, आपका कोई इंस्टा पेज भी है क्या? हाँ है। क्या है आपका इंस्टा? जर्नी ऑफ जोपन। जर्नी ऑफ जोपन। जर्नी ऑफ जोपन। या आप इधर दिखाओगे अगर आपके फोन में इंस्टा है? इधर है। अच्छा, इधर लिखा है। ओके। और मेरा पीछे मेरा कुत्ता भी है। ओह डॉगी। हाँ। अरे वाओ, मतलब आप अकेले नहीं जा रहे? नहीं, साथिया को भी लेके जा रहे हैं। ऑल द बेस्ट। थैंक यू। आप अच्छे से जाना, सेफ जर्नी। थैंक यू। तो थैंक यू। ओके, ऑल द बेस्ट। वेलकम। മഹാരാഷ്ട്രയ്ക്കുള്ളിലാണ് കേട്ടോ. അപ്പം നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോഴേ നമ്മൾ മഹാരാഷ്ട്രയ്ക്കുള്ളിൽ വന്നു. കാരണം മറ്റൊന്നുമല്ല, വൈൻ ഷോപ്പുകളില്ല. കാഷ്യൂനട്ടിൻ്റെ ഷോപ്പ് മാത്രമേ, സെറാമിക് ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് മഹാരാഷ്ട്രയ്ക്കുള്ളിൽ അങ്ങനെ
6ാമത്തെ സംസ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ്. 5 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും പിന്നിട്ട്, ഗോവ സ്റ്റേറ്റ് ആണെങ്കിലും കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഒരു ഇതായതുകൊണ്ട് അതും പിന്നിട്ട് നമ്മൾ പതിയെ മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മൾ മഹാരാഷ്ട്രയിലാണുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കോട്ട കാണാനാണ് പോകേണ്ടത് ആദ്യമായിട്ട്. അത് കടലിന് നടുവിലുള്ള ഒരു കോട്ടയാണ്. അപ്പോൾ ആ കോട്ട ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ പോയി കഴിഞ്ഞ് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് കയറണം ഹൈവേയിൽ നിന്നും. അപ്പോൾ ആ യാത്രയിലാണ്. കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞ് സുഖമായിട്ട് അടിച്ചു പൊളിച്ചിരിക്കുന്നു. അവൾ കാഴ്ചകളൊക്കെ കാണുകയാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്തിട്ട് പതിയെ പോയി. ഇവിടെ സൈക്കിൾ കയറ്റി വെക്കാം. ഇവിടെ ഒരു സൗകര്യമുണ്ട്. ഒരു ഗോഡൗണാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇച്ചിരി നേരം മഴ ഒന്ന് മാറിയിട്ട് പതിയെ യാത്ര തിരിക്കാം. അങ്ങനെ മഹാരാഷ്ട്ര മണ്ണിലോട്ട് കയറിയപ്പോഴേ മഴ കിട്ടിയിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും നമുക്ക് തുടക്കത്തിലെ മഴയാണല്ലോ നമ്മുടെ ജീവനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ശരി, നമ്മുടെ യാത്ര ഇന്ന് ഇവിടെ ഒന്ന് കയറി ഇരിക്കാമെന്ന് വെക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് പോവാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടക്കാം. അപ്പോൾ ശരി, മഴ മാറിയിട്ട് യാത്ര ചെയ്യാം. നമ്മൾ ഔദ്യോഗികമായിട്ട് അകത്തേക്ക് കയറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതെ, പോലീസ് ചെക്കിംഗ് ആണ്. സ്റ്റോപ്പ് ഫോർ ചെക്കിംഗ്. അപ്പോൾ ചെക്ക് പോസ്റ്റാണ്, പോലീസ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മൾ മഹാരാഷ്ട്രയ്ക്കുള്ളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ മഹാരാഷ്ട്രയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ മഹാരാഷ്ട്രയ്ക്കുള്ളിലേക്ക് ഔദ്യോഗികമായിട്ട് കടക്കുകയാണ്. അതുകൊണ്ട് കടന്നു കഴിഞ്ഞു. അപ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്പീഡ് ബ്രേക്ക് ഉണ്ടെങ്കിലും വണ്ടികൾ വരുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട്. മുമ്പേ നമ്മൾ കണ്ട ആൾക്കാരാണ് കേട്ടോ ആ പിള്ളേർ. അവരെ മുമ്പേ നമ്മൾ കണ്ടായിരുന്നു. അവർ വീണ്ടും നമുക്ക് കൈ കാണിച്ചിട്ട് പോയി. നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയതാണ്. അപ്പോഴത്തെ ഔദ്യോഗികമായിട്ട് നമ്മൾ മഹാരാഷ്ട്രയുടെ ഉള്ളിലേക്ക് കടന്ന് ചെയ്തുണ്ടോ. ഇതൊരു പുഴയാണ് കേട്ടോ. വെള്ളമൊന്നുമില്ല. ഇത്രയും വലിയ മഴ പെയ്തെങ്കിലും വെള്ളമൊന്നുമില്ല. ഇത്രയും വലിയ മഴ പെയ്തെങ്കിലും വെള്ളമൊന്നുമില്ല കേട്ടോ. കയറി ഇറങ്ങി പോകുക എന്നുള്ളതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങോട്ട് താഴോട്ട് നല്ല ഇതാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ചെക്ക് ഡാം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു താഴോട്ട് വെള്ളം നിരന്നൊഴുകുന്നുണ്ട്. ഇത് പാറയാണ്, അത് കാണിക്കാം. പാറയാണെന്ന് തോന്നുന്നു. പാറ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു 3 ഭാഗത്തായിട്ട് വെള്ളം ഒഴുകി പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേനും അത് ഒറ്റ പുഴയായിട്ട് മാറുകയാണ്. ഇതാണ് ഔദ്യോഗികമായിട്ട് നമ്മൾ മഹാരാഷ്ട്രയ്ക്കുള്ളിലേക്ക് കിടക്കുന്നത്. അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ പുഴയാണെന്ന് തോന്നുന്നു. അതിനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കും ചെക്ക് പോസ്റ്റ് അപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അപ്പോഴത്തെ പുഴ കണ്ടല്ലോ. അപ്പോൾ പുഴയെ ക്രോസ് ചെയ്ത് നമ്മൾ പതിയെ മുന്നോട്ട് പോകുന്നു. വിമാനത്താവളത്തിൻ്റെ റൺവേ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതുണ്ടോ. ഇനി അവിടെ ചെന്നിട്ട് താഴോട്ട് ഇറങ്ങണം. അപ്പോൾ ഈ മലനിര കണ്ടപ്പോഴത്തേനൊരു ഇത് തോന്നി, ഒരു പ്രത്യേക സൗന്ദര്യം തോന്നി. ഇതുണ്ടോ. അതിൻ്റെ ഇടയിൽ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. അതായിരിക്കുന്നൊരു വീടാണ്. അടിവാരത്തെ വീടുകളും നെൽവയലുകളും ഒക്കെയാണ്. അപ്പോൾ കാറ്റൊന്നുമില്ല കേട്ടോ. കാറ്റൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷമാണ്. കുറച്ച് മുമ്പേ മഴ പെയ്തായിരുന്നു. അപ്പം മഴയത്ത് നമ്മൾ കുറച്ച് നനയേണ്ടി വന്നു. എന്നിട്ട് ഇങ്ങനെ ചവിട്ടി പോകുന്നതാണ്. അപ്പോൾ ശരി, ഈ മലനിരകളൊക്കെ കണ്ട് വെസ്റ്റേൺ ഗാട്സിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. केरला टू कश्मीर। हाँ जी, गुड। थैंक यू। हाँ, हो गया। हाँ जी, वो भी दुनिया देखने दो। हाँ, शुक्रिया जी। केरला टू कन्याकुमारी। केरला टू कश्मीर। केरला टू कश्मीर। कश्मीर। कश्मीर, सॉरी कन्याकुमारी नहीं, कश्मीर। कश्मीर नज़दीक ले गया। इसको बाहर निकलता है कब? हाँ, वो थोड़ा पहले मैं खाना देने के टाइम आधा घंटा। आधा घंटा। हाँ, ऐसा 2 घंटे के बाद हम रेस्ट करता है। अच्छा अच्छा अच्छा। ओके जी, शुक्रिया।
हैप्पी जर्नी। താങ്ക് യു. आपके लिए शुभकामनाएं बहुत सी। इसका नाम क्या भैया? കുഞ്ഞി. सुन्नी हाँ. ओ 9 साल का है. अभी खाना पीना पकाना कहाँ पे? वो रास्ता पे बहुत आदमी मदद करता है. हाँ देते ये हैं। मुश्किल नहीं है. 1 साल हो गया मैं शुरू करके. हाँ हर स्टेज में हर जगह जाके लेके जाता है. हाँ हर का हमारा ये का पूरा कल्चर देखने के. हाँ साइकिल से। हाँ साइकिल से. आपका नाम क्या है? जोपन. जोपन। जोबिन सेबास्टियन है असली नाम. अच्छा अच्छा। ये मेरा नेम है जोपन. यूट्यूब चैनल है तुम्हारा? हाँ चैनल है फिर उतना आगे नहीं है. हम छोटा छोटा खुद के वीडियो. लिए सिर्फ। हाँ खुद के लिए. मेरा गाँव वाला देखने के लिए बस. आराम से जाना। ओके शुक्रिया जी. अभी रुकने का हो तो कैसे रुकते हो? हाँ जी. जहाँ पे रुकना हो तो कैसे रुकते हो? ये टेंट है. हाँ चटई है। हाँ फिर कोई दुकान का सामने ऐसा बंद दुकान है तो उसका सामने सोएगा. सोते हैं। हाँ फिर ढाबा में पूछेगा. कोई मदद करता है. करता है कोई कोई नहीं करता हाँ, है। नहीं करता बराबर हाँ वो भी है। बाकी आपका बिजनेस वगैरह कुछ? नहीं कुछ भी नहीं है. मैं पहला इलेक्ट्रीशियन था കേരള में काम करता था. നമ്മൾ കുടാൽ ഹൈവേ റോഡിലാണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കൂടെ പോയിട്ട് വേണം എനിക്ക് ലെഫ്റ്റിലോട്ട് തിരിയാൻ നമ്മുടെ കോട്ട കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തെ ഹൈവേയിലൂടെ ഞാൻ തള്ളി വന്നിട്ട് ഞാൻ കട്ട് റോഡ് കയറിയതാണ്. അപ്പോഴത്തെ മഹാരാഷ്ട്ര ടയർ വർക്ക്സ്. മഹാരാഷ്ട്ര ടയർ വർക്ക്സ്. നമുക്ക് ഹിന്ദി ഇച്ചിരി പുറകോട്ടായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ MRF നമ്മുടെ സ്വന്തം MRF ആണ്. മദ്രാസ് റബ്ബർ ഫാക്ടറി അല്ലെങ്കിൽ മനോരമ റബ്ബർ ഫാക്ടറി കേരളക്കാരുടെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരോട് ചോദിച്ചു आपका नाम क्या है जी? सब्बीर. सब्बीर. सब्बीर अंसारी. आपका? मोहम्मद मुताहिर. मुताइक. MD हासिम अंसारी. അപ്പോൾ ബായി है. चचा भतीजा है. चचा भतीजा. ആ अच्छा. അപ്പോൾ दोनों भाई के लड़के. ആ अच्छा. അപ്പോൾ ഇവരെല്ലാം കുടുംബക്കാരാണ് കേട്ടോ. ബായി അപ്പോൾ ഈ ബായിമാരോട് मैं आके पूछा वो बोला ओके ठीक है. मैं चार्जिंग करने के लिए पूछा था पहला. बाद में इधर चार्जर मेरा मोबाइल चार्जिंग करने के लिए रखा. അപ്പോൾ പിന്നെ അവർ നമ്മളോട് പറഞ്ഞ് ഈ ബിൽഡിങ്ങിൻ്റെ ഈ താഴത്തെ നിലയിൽ ഇപ്പോൾ സൈക്കിൾ ഇരിക്കുന്ന ഭാഗം കണ്ടല്ലോ അവിടെ നമുക്ക് കിടക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. അവിടെ ടെൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ചെറിയ റോഡാണ്. പ്രശ്നമൊന്നുമില്ല. ഇവർ 10:30 വരെ ഉണ്ട്. അതിനുശേഷം നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് കടകളൊക്കെ ഉണ്ട്. खाने के लिए इधर सामने दुकान है ना. हाँ उधर सामने दुकान है इसलिए टेंशन नहीं है. ओके भाई शुक्रिया. मंदिर है. हाँ मंदिर. मंदिर है. अच्छा इधर. लाइट जल रहा है. हाँ वो ये मंदिर है. ഇവിടെ തൊട്ടടുത്ത് അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എപ്പോഴും ആൾ കാണും. ഇപ്പം മറ്റേ പൂജയുടെ സമയമായതുകൊണ്ട് ദേവീ പൂജയുടെ സമയമായതുകൊണ്ട് ഇവിടെ എല്ലാവരും കാണും. അപ്പോൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. ധൈര്യമായി. ഞാൻ കുറേ നേരമായിട്ടൊരു 10 കിലോമീറ്റർ ആയിട്ട് ഞാനിങ്ങനെ കിടക്കാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരി ഓക്കെ ബൈ താങ്ക് യു ശുക്രിയ. കുഞ്ഞ് കിടന്ന് കരയുന്നുണ്ട്. അവളെ ഒന്ന് ഇറക്കണം. അത് കഴിഞ്ഞിട്ട് വല്ലതും പോയി കഴിക്കണം. അപ്പോഴത്തേക്കും നല്ല മഴയാണ് കേട്ടോ. കിടക്കാറായപ്പോഴത്തേക്കും നല്ല മഴയായി. നമ്മൾ ഇവിടെ ടെൻറ്റിട്ട് ഈ കടയുടെ താഴെ ഇവരോട് അനുവാദം ചോദിച്ചിട്ട് കുഞ്ഞിതേ അകത്തിലേക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് കിടപ്പ്. നാളെ രാവിലെ എന്താ മഴയുടെ അവസ്ഥയെന്നറിയില്ല. മഴ ആണെങ്കിൽ നമ്മൾ താമസിച്ചേ പോകത്തുള്ളൂ. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ മഹാരാഷ്ട്ര ടയർ വർക്ക്സിലെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ നമ്മളോട് ഭയങ്കര സഹകരണമായിരുന്നു. അവർ നമുക്ക് അവർ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ചോറ് ഇവിടെ ഒരാൾ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ആ ചോറ് ഇറച്ചിക്കറിയൊക്കെ എനിക്ക് തന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഇവിടെ ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് പ്രശ്നമൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല. ഹൈവേ ആണ് സൈഡിൽ. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഫ്ലാറ്റാണ്. അവിടെ ആൾക്കാരുണ്ട്. പിന്നെ ഇവരുടെ ഫോൺ നമ്പർ ഇവിടെയുണ്ട്. അപ്പോൾ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ അന്നേരം വന്നോളാമെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇതുണ്ടോ, ഇവിടുന്ന് വെള്ളം തള്ളിയിട്ട് ഇങ്ങോട്ട് തെറിക്കും. നമ്മുടെ ടെൻറ്റ് നനയുന്നുണ്ട്. പിന്നെ രാവിലെ എങ്ങനെയും ഒക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. വീട്ടുകൂടച്ച് എടുത്തുകൊണ്ട് പോവാം, കുഴപ്പമില്ല. വെള്ളം ഇങ്ങനെ കുത്തിത്തെറിക്കുന്നതാണ്. ഇവിടെ ചരളെ കുത്തിയിട്ട് ഇങ്ങോട്ട് തെറിക്കുന്നതാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചപ്പ് ഇവിടെ വാരിയിടാം. അപ്പോൾ പിന്നെ വെള്ളം തെറിക്കുകയില്ല. ഒരു പ്ലാസ്റ്റിക് വല്ലതും ഇട്ടാൽ മതി.
അപ്പോൾ വെള്ളം തെറിക്കുക. ചപ്പ് പറിച്ചിടാം, അതാണ് നല്ലത്.